കാത്തിരുന്ന സന്തോഷവാർത്ത. മെയ് മാസത്തിൽ 4000 രൂപ പെൻഷൻ അക്കൗണ്ടുകളിലും കൈകളിലുമായി ലഭിക്കും. എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 മെയ് മാസം 5-ാം തീയതി ചൊവ്വാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 5ഓളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, മാതാപിതാക്കളെയും മുതിർന്നവരെയും പരിചരിക്കാൻ വിസമ്മതിക്കുന്ന ധാരാളം പേർ നമുക്കിടയിലുണ്ട്. ശാരീരികമായും മാനസികമായും വൈകല്യങ്ങൾ നേരിടുന്നവരെ പരിചരിക്കാൻ പലപ്പോഴും ആളുകൾ തയ്യാറാകുന്നില്ല. ഇക്കൂട്ടരെ പരിചരിക്കുന്നത് അല്പം സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കുന്നുണ്ട്. ശാരീരികവും മാനസികവുമായ വൈകല്യമുള്ള ആളുകളെ പരിചരിച്ച് ക്ലേശം അനുഭവിക്കുന്നവർക്ക് പിന്തുണ നൽകാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് സ്വാശ്രയ പദ്ധതി. ശാരീരിക മാനസിക വൈകല്യമുള്ളവർ, മാതാപിതാക്കൾ, അമ്മമാർ തുടങ്ങിയവർക്കാണ് പദ്ധതി കൊണ്ടുവന്നത്. കേരള സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യനീതി വകുപ്പാണ് 2025 മുതൽ ആരംഭിച്ച ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളെ ലക്ഷ്യമിട്ടാണ് പദ്ധതിയുടെ പ്രവർത്തനം. ഇത്തരം കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനും ഭർത്താവ് മരിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്തതിനു ശേഷം കഠിനമായ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ പരിപാലിക്കുന്ന സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകുക തുടങ്ങിയ ലക്ഷ്യങ്ങളും പദ്ധതിക്കുണ്ട്. സ്വാശ്രയ പദ്ധതി വഴി 35,000 രൂപ ഒറ്റ തവണയായി ലഭിക്കും. ഈ ഒരു സാമ്പത്തിക സഹായത്തിലൂടെ ആളുകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുവാനുള്ള വഴിയും സർക്കാർ നൽകുന്നു. പ്രായമായ മാതാപിതാക്കളെ പരിചരിക്കുന്ന ആളുകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇവരെ പരിചരിക്കുന്നത് വഴി ഉണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കാൻ നിശ്ചിത തുക കൈമാറും. ഓൺലൈനായും ഓഫ്ലൈനായും പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഓൺലൈൻ അപേക്ഷ സുനീതി പോർട്ടൽ വഴി വേണം സമർപ്പിക്കാൻ. ഓഫ്ലൈൻ അപേക്ഷ അങ്കണവാടികൾ വഴി നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദ വിവരങ്ങൾ www.janakshemamedia.com എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, വാണിജ്യ സിലിണ്ടർ വില വർധനയിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ഹോട്ടൽ ഉടമകൾ മെയ് 6-ന് സംസ്ഥാന വ്യാപകമായി അടച്ചിട്ട് പ്രതിഷേധിക്കും. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. 19 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപ കൂട്ടിയതിനാലാണ് പ്രതിഷേധം. ഇതോടെ ഹോട്ടൽ മേഖലയ്ക്ക് കടുത്ത ആഘാതം സൃഷ്ടിച്ച് സംസ്ഥാനത്ത് വാണിജ്യ സിലിണ്ടർ വില 3000 കടന്നു. പ്രവർത്തന ചെലവിന്റെ പേരിൽ ഹോട്ടലുകൾ വിഭവങ്ങൾക്ക് വില കൂട്ടിയാൽ ഉപഭോക്താക്കൾക്കും അത് വലിയ തിരിച്ചടിയാകും. എന്നാൽ ഗാർഹിക സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ചിട്ടില്ല. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, ജനന മരണ സർട്ടിഫിക്കറ്റുകളിലെ അക്ഷരത്തെറ്റുകളും മറ്റു പിശകുകളും തിരുത്തുന്നത് സംബന്ധിച്ച് ജനങ്ങൾ നേരിട്ടിരുന്ന വലിയ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമാകുന്നു. സർട്ടിഫിക്കറ്റുകളിൽ തിരുത്തൽ വരുത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലളിതമാക്കി സർക്കാർ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ രജിസ്ട്രാർമാർക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ടും അനാവശ്യമായ കാലതാമസം ഒഴിവാക്കിക്കൊണ്ടുമാണ് പുതിയ പരിഷ്കാരം നടപ്പിലാക്കുന്നത്. മുമ്പ് ചെറിയ അക്ഷരത്തെറ്റുകൾ തിരുത്താൻ പോലും മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടായിരുന്നു. അക്ഷരത്തെറ്റുകൾ എന്നിവ പരിഹരിക്കാൻ നോട്ടറി, 2 ഗസറ്റഡ് ഓഫീസർമാർ, വില്ലേജ് ഓഫീസർ എന്നിവരുടെ സർട്ടിഫിക്കറ്റുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയും ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചും മാത്രമേ തിരുത്തൽ വരുത്താൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ പുതിയ ഉത്തരവ് പ്രകാരം താഴെ പറയുന്ന തിരുത്തലുകൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും. ക്ലറിക്കൽ പിശകുകൾ, അതുപോലെ തന്നെ രജിസ്റ്ററിലെ തിരുത്തൽ, പേര് ചേർക്കൽ, രേഖകളുടെ പരിശോധന തുടങ്ങിയവയൊക്കെ ഇനി എളുപ്പത്തിൽ നടത്താൻ സാധിക്കുന്നതാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഇൻഫർമേഷൻ കേരള മിഷൻ, അതായത് IKM സോഫ്റ്റ്വെയറിലും ഇതിനായി ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, ഊർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ വരും വർഷങ്ങളിൽ 100% എത്തനോൾ മിശ്രിതം നടപ്പിലാക്കാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നുവെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ ലഭ്യതയെ ബാധിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ നിർണായകമായിട്ടുള്ള ഈ ഒരു നീക്കം. ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറച്ച് പരിസ്ഥിതി സൗഹൃദമായ ബദൽ മാർഗങ്ങളിലേക്ക് രാജ്യം മാറേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഈ ഒരു മെയ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഈ മാസം അവസാന വാരത്തോടു കൂടിയായിരിക്കും വിതരണം ഉണ്ടായിരിക്കുക. ഇനി പുതിയ സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷമായിരിക്കും ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ഉത്തരവ് പുറത്തിറങ്ങുക. ഉടനെ തന്നെ, അതായത് കുടിശ്ശികയില്ലാതെ വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലായിരിക്കും ഇനിയുള്ള മാസങ്ങളിലെ വിതരണം. അല്ല എങ്കിൽ അത് സർക്കാരിന്റെ പ്രതിച്ഛായയെ തന്നെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ കുടിശ്ശികയില്ലാതെയുള്ള വിതരണത്തിനായിരിക്കും സർക്കാരിന്റെ ശ്രമം.
അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ 1 മാസത്തെ കുടിശ്ശികയുണ്ട്. ആ ഒരു കുടിശ്ശികയും ചേർത്ത് 2000 രൂപ ഈ മാസം ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. അതിനെ സംബന്ധിച്ചുള്ള ഉത്തരവും ഉടനെ തന്നെ പുറത്തിറങ്ങുന്നതാണ്. പുതിയതായി അധികാരത്തിലെത്തുന്ന സർക്കാരിനെ സംബന്ധിച്ച് കുടിശ്ശിക വരുത്തുക എന്നുള്ളത് ഏറെ വിമർശനങ്ങൾക്ക് കാരണമായേക്കാം. മുൻകാലങ്ങളിലെ അനുഭവങ്ങൾ വെച്ച് ഇനി കുടിശ്ശികയില്ലാതെയുള്ള വിതരണത്തിനായിരിക്കും സർക്കാരിന്റെ ശ്രമം. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.